അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തെക്കുറിച്ചാണ്. കാരണം ഈ ഒരു ചിത്രത്തിൽ നെസ്ലിനൊപ്പം അല്ലെങ്കിൽ നെസ്ലിനേക്കാളും കുറച്ചുകൂടെ സ്കോർ ചെയ്ത പലവരുമുണ്ട്. അവരെക്കുറിച്ചൊക്കെയാണ്. ആരാണ് ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഇത്ര നല്ലൊരു വിജയമാകാനും കൂടാതെ തന്നെ ഈ ഒരു സിനിമ ഇത്രയും പിടിച്ചു നിർത്താൻ കാരണങ്ങൾ ആരൊക്കെയെന്നും കൂടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് റിവ്യൂ തന്നെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചിത്രത്തിന് ആദ്യം തന്നെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ചിത്രം തല്ലുമാല എന്ന ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രേമലു പോലുള്ള വലിയൊരു സക്സസിന് ശേഷം അതേ ഒരു ഹൈപ്പിൽ പുറത്തിറങ്ങുന്ന മറ്റൊരു നെസ്ലിൻ ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ ലുക്ക്, ഈ ഒരു പോസ്റ്റർ ഇറങ്ങിയപ്പോൾ പേഴ്സണലി ഞാൻ ഉൾപ്പെടെ തന്നെ ഞെട്ടിപ്പോയി. ഈ ഒരു ഗെറ്റപ്പ് അല്ലെങ്കിൽ ഈ ഒരു സിക്സ് പാക്ക് ഒക്കെ ഉള്ള അല്ലെങ്കിൽ നല്ലൊരു ജിമ്മായിട്ടുള്ള ഒരു ഒരു ഫിറ്റ് ബോഡി ഉള്ള അല്ലെങ്കിൽ ഫിസിക്കുള്ള ഒരു നെസ്ലിനെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാം. അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു ടൈറ്റിൽ ലുക്കിലുള്ള ആ ഒരു പിക്കായിൽ നമ്മൾ ഈ സിനിമയിൽ ഉണ്ടാകുമെന്നൊക്കെ തന്നെ പലവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ നല്ലൊരു ബോക്സിംഗ് സീക്വൻസും കിടിലും ഒരു എന്റർടൈനർ എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ അതിലും ഇരട്ടി ഹൈപ്പായി. പിള്ളേരുടെയൊക്കെ ഒരു കിടിലം എന്റർടൈനർ തന്നെ ആയിരിക്കും വിഷുവിന് റിലീസിനെത്തുക. ഈ സിനിമ വിഷുവിന് ഹിറ്റാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ച ടൈമിൽ ഈ ഒരു ചിത്രം വിഷുവിന് അന്ന് റിലീസിനെത്തി. അന്ന് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചു. ഈ ഒരു ചിത്രം വിജയിച്ചു. ഏകദേശം 50 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി അന്ന് തിയേറ്ററിൽ ഹിറ്റ് ആകുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ചിത്രം OTT വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പേഴ്സണലി എനിക്ക് ഈ ഒരു ചിത്രത്തിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം ഖാലിദ് റഹ്മാൻ നെസ്ലിൻ കോംബോയിൽ വരുന്ന ഒരു ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രീതിയിൽ ചിത്രത്തിന്റെ സ്റ്റോറി ടെല്ല് പോകുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല എന്റർടൈനിങ് ആയി. പകുതിയൊക്കെ ഞാൻ വിചാരിച്ചു ഇനി ഈ സിനിമ എങ്ങനെ പോയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കിടില സിനിമയാണെന്നൊക്കെ തന്നെ. പക്ഷേ ഈ ഒരു ചിത്രത്തിലെ ടീം നേരെ പോകുന്നത് ബോക്സിങ്ങിന്റെ സ്ഥലത്തോടാണ്. ബോക്സിങ്ങിന്റെ കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവലൊക്കെ പോവാണ്. അവിടെ തൊട്ട് ഈ ഒരു ചിത്രം പതുക്കെ ഡൗൺ ആയി വന്ന് ലാസ്റ്റ് ഈ സിനിമ തീരുന്നു. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ഇത്ര ഹൈ മൂവ്മെന്റിൽ നിൽക്കുന്ന ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ ലോ ആയി പോയിട്ടാണ് ഈ ഒരു ചിത്രം ഭയങ്കരമായിട്ട് ബാക്കൗട്ട് ആയിട്ടുള്ളത്. അതിന്റെ കാരണങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നുണ്ട്. ആദ്യം തന്നെ ഓരോ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലെ കോച്ചിലോട്ട് തന്നെ വരാം. കോട്ടയം നസീറിന്റെ കാര്യമല്ല പറയുന്നത്. കാരണം കോട്ടയം നസീർ കുറച്ച് 2-3 പഞ്ചിന്റെ കാര്യം മാത്രം കാണിച്ചിട്ട് പുള്ളി അങ്ങ് ബാക്കൗട്ടായി പോകുന്നുണ്ട്. പിന്നീട് മെയിൻ കോച്ചായി കാണിക്കുന്നത് ലുക്മാനെയാണ്. ലുക്മാൻ ഈ ഒരു ചിത്രത്തിൽ വന്ന് നെസ്ലിനെ ഒരു പഞ്ചൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ലുക്മാൻ വേറെ ലെവലായിട്ട് ഇവരെ കോച്ച് ചെയ്യുന്ന സംഭവമൊക്കെ ആയിരിക്കും പ്രതീക്ഷിച്ചത്. പക്ഷേ ട്രെയിനിങ് നല്ല രീതിയിൽ തന്നെ കാണിച്ചു. പക്ഷേ ലുക്മാന് കുറച്ചുകൂടി ഒരു സ്പേസ് രീതി, കാരണം തല്ലുമാലയിലൊക്കെ പുള്ളി അത്രയ്ക്ക് രീതി എന്ന് പറഞ്ഞാൽ ടോവിനോടൊക്കെ ഒപ്പം രീതി നല്ല രീതിയിലുള്ള സ്പേസ് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ സിനിമ മുഴുവൻ കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോച്ചിനെ കാണിക്കുന്നവർ തോന്നില്ല. കാരണം ചില ബോക്സ് സീക്വൻസിലൊക്കെ മിക്ക സിനിമയിലും കാണിക്കുന്നതാണ് ടിപ്സ് പറഞ്ഞു കൊടുത്ത് അത് അവർ ആലോചിച്ചിരിക്കുന്നതൊക്കെ പല സിനിമയിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ ഒരു ചിത്രത്തിൽ ഇല്ലായിരുന്നു. അത് ഈ ഒരു ചിത്രത്തിൽ പോരായ്മയായിട്ടൊന്നുമല്ല, എങ്കിൽ പോലും അങ്ങനെ കണ്ടില്ല. കോച്ചിനെ കുറച്ചുകൂടി ഒരു പവറായിട്ട് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്രയും പവറായിട്ട് എത്തിയില്ല. ആ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ട്രെയിലറിലെ ഇൻട്രോ ആയിരിക്കും ഇതിലെ ലുക്മാൻ ഇൻട്രോ, കാരണം അത്രയ്ക്ക് മാസമായിരിക്കും പുള്ളി എന്നൊക്കെ. പക്ഷേ ഇതിലെ ക്ലൈമാക്സ് സീക്വൻസിലാണ് ലുക്മാൻ അത്ര ഒരു ഹൈ ആയി പോകുന്നതൊക്കെ കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിലെ രണ്ടാമത്തെ ക്യാരക്ടറിലോട്ട് വന്ന ഈ ഒരു ചിത്രത്തിലെ നായകനായിട്ടുള്ള നെസ്ലിൻ തന്നെയാണ്. നെസ്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഈ ഒരു സിനിമയുടെ തുടക്കം എത്തി ഏകദേശം ഒരു ഇന്റർവെൽ ബ്ലോക്ക് ഏകദേശം എന്ന് പറയാം. ആ ഒരു ടൈം വരെ ഈ ഒരു സിനിമയെ നല്ല രീതിയിൽ തന്നെ പുള്ളി ലിഫ്റ്റ് ചെയ്ത് ഈ ഒരു ചിത്രത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലുള്ള കോമഡീസ് ഒക്കെ ആയാലും ഈ ബേസിൽ തോന്നിയ കാര്യമാണ്. നല്ല രീതിയിൽ തന്നെ പുള്ളി ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബോക്സിംഗ് സീക്വൻസ് ആയപ്പോൾ പുള്ളി നല്ല രീതിയിൽ തന്നെ ലോ ആയി പോകുന്ന സീക്വൻസ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സിനിമയിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നായകൻ വില്ലന്മാരെയൊക്കെ അല്ലെങ്കിൽ ബോക്സിംഗ് സീക്വൻസ് വരുമ്പോൾ നായകൻ എന്തായാലും ജയിക്കുമെന്ന്. പക്ഷേ ഈ ഒരു സിനിമ അത് ക്ലീഷേ ആകുമെന്ന് പേടിച്ചാണോ എന്നറിയില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ അങ്ങനെ നായകൻ ഇടി വാങ്ങിച്ച് ബാക്കൗട്ടായി പോകുന്നവരായിരുന്നു കാണിച്ചിട്ടുള്ളത്. അത് വേണമെന്ന് തോന്നിയില്ല. കാരണം പുള്ളിക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ ഏകദേശം തുടങ്ങി കഴിഞ്ഞിട്ട് ഓരോ ഹൈ മൂവ്മെന്റ്സ് ഒന്നും ഇല്ല. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കയറി നിൽക്കുന്ന ഒരു ഹൈ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ മറ്റേ ആക്ടേഴ്സ് ഒക്കെ നല്ല സ്കോർ നിൽക്കുന്ന ടൈമിൽ പോലും പുള്ളിക്ക് ഒരു ഹൈ മൂവ്മെന്റ് ആ ഒരു ബോക്സിലൂടെ തന്നെ കൊടുക്കാമെന്ന് എനിക്ക് ബേസിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പുള്ളി ആദ്യത്തെ ലോ ആയി പോയ ഒരു ടൈം തന്നെയായിരുന്നു. പുള്ളിക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് അല്ലെങ്കിൽ പുള്ളി ചെയ്ത് മടുത്ത കാര്യങ്ങളൊക്കെ തന്നെ പിന്നെയും സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പൊ പ്രേമലു ചിത്രം തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ആ ചിത്രത്തെ സംഗീതമായാലും കൂടാതെ ഷ്യാമൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ നെസ്ലിനോട് തന്നെ എന്നെ കൗണ്ടർ അടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതില് അതിനൊപ്പം ഒത്തനുസരിച്ച് ചിലപ്പോൾ അതിന് പൊക്കത്തിലൊക്കെ നെസ്ലിൻ ആ ഒരു ചിത്രത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അതിനെ ഒപ്പം അത്ര എത്തുന്നില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ ആരെന്ന് വെച്ചാൽ ഗണപതിയുടെയാണ്. പുള്ളി ഈ ഒരു ചിത്രത്തിലെ മെയിൻ പാർട്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഒരു ചിത്രത്തിലെ ഗണപതിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യേണ്ട സീക്വൻസ് കൊടുക്കാത്ത പോലെ എനിക്ക് തോന്നുന്നു. നല്ലൊരു സ്പേസ് പുള്ളിക്ക് കിട്ടിയില്ല ഈ ഒരു ചിത്രത്തിൽ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ചിത്രത്തിലെ പുള്ളിയുടെ ലാസ്റ്റുള്ള ബോക്സ് സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. കിടിലമായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലും ക്ലിയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് പുള്ളി അടിക്കുമെന്ന്. അത്
അത് വേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് എല്ലാവരും എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തു, അത് കിട്ടിയില്ല. അതല്ല വേണ്ടത്. അത് നമ്മൾ എല്ലാവരും തന്നെ ആ പുള്ളി ഇടിച്ച് വീഴ്ത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. കാരണം അത്രയും പേരൊക്കെ എല്ലാവരും ബാക്കൗട്ടായി നിൽക്കുന്ന സമയത്ത് പുള്ളിയെങ്കിലും കയറി നിൽക്കണമെന്ന്, അല്ലെങ്കിൽ പുള്ളിക്ക് വലിയൊരു സ്പേസ് ഈ ഒരു സിനിമ ബാക്കിയുള്ളടത്ത് കൊടുത്തില്ലെങ്കിലും ഇവിടെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയും പുള്ളി ഡ്രോ എന്ന രീതിയിൽ പുള്ളി ഇറങ്ങി പോരുന്നു. അത് ഈ ഒരു സിനിമയുടെ മനസ്സിൽ തോന്നി. കാരണം പുള്ളി ബാക്കിയുള്ള അവരൊന്ന് പറയും ഇതിലൊന്ന് തോറ്റു കൊടുത്തേക്കണമെന്നൊക്കെ പറയും. അപ്പോൾ പുള്ളിയോ മറ്റേ ഇത് ബാക്കിയുള്ളവർക്കൊന്നും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പുള്ളി കാരണം ഇടികൊള്ളണ്ടെന്നുള്ള രീതിയിൽ വേണ്ടെന്ന് വെക്കും. പക്ഷെ ആ വേണ്ടെന്ന് വെച്ചത് കഴിഞ്ഞ് ബാക്കിയുള്ളത് പിന്നെ അതിനും വലിയൊരു അടിയിലാണ് കലാശിച്ച ഈ സിനിമ അവസാനിക്കുന്നതായി തന്നെ കാണിക്കുന്നത്. പുള്ളി കുറച്ചുകൂടെ സ്പേസ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ സാധിച്ചതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ കിടിലൻ ക്യാരക്ടറായിരുന്നു. പിന്നീട് എടുത്തു വരേണ്ട ഒരു ക്യാരക്ടർ സന്ദീപിന്റെ തന്നെയാണ്. സന്ദീപ് ഈ ഒരു ചിത്രത്തെ പല സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ ലിഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കി. പുള്ളിക്ക് കിട്ടിയ എന്തോ സ്പേസ് ആണോ ആ സ്പേസിലൊക്കെ പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചതായിട്ട് ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് സന്ദീപിനെയാണ്. കാരണം സന്ദീപിന്റെ കോമഡീസ് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. കൂടാതെ പുള്ളിയുടെ ബോക്സിങ്ങിന്റെ അതിന്റെ ബേസ് ആയാലും പുള്ളി വലിയ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പുള്ളിക്ക് എന്താണോ ക്യാരക്ടർ വൈസ് കൊടുത്തേക്കുന്നത്, ഒരു കോമഡി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു ക്യാരക്ടറിനെ പുള്ളി നല്ല രീതിയിൽ തന്നെ എല്ലാ സ്ഥലത്തും ചെയ്തു വെച്ചവരാണ് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്ത ഒരു കഥ എന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ അവരുടെ പിള്ളേരെല്ലാം കൂടെ ബോക്സിങ്ങിന്റെ ടൈമിൽ പിന്നെ വേറൊരാളെ വിളിക്കുന്നത് ഗണപതിനെയാണ്. ഗണപതി വരുമ്പോഴായിരിക്കും ഈ ഒരു ക്ലൈമാക്സിൽ കണ്ട ആ ഒരു ഫൈറ്റ് ഇല്ലേ, അത് ഗണപതി ഇൻട്രോയ്ക്കായിരിക്കും ആ ഒരു ഫൈറ്റും. കൂടാതെ തന്നെ ആ ഒരു സിനിമയെ നല്ല രീതിയിൽ തന്നെ ലിഫ്റ്റ് ആക്കുന്ന നല്ലൊരു ഫൈറ്റ് എന്ന രീതിയിലൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുള്ളത്. മിക്കവാറും മിക്ക സിനിമയിലും ഒക്കെ തന്നെ ബോക്സിങ്ങോടെ ഈ ഒരു സിനിമ തീർക്കുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിലെ ഓരോരുത്തരുടെ ക്യാരക്ടർ ബേസ് ചെയ്തായാലും നടുവിൽ തന്നെ വന്നിട്ടുണ്ട്. DJ എന്നുള്ള ക്യാരക്ടർ വന്നിട്ടുള്ള പുള്ളിയായാലും കൂടാതെ തന്നെ മറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ നെസ്ലിനൊപ്പമുള്ള കൂട്ടുകാരായിട്ട് അഭിനയിച്ച മറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തെ എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് പിടിച്ചു നിർത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നൈസ് സിനിമയെന്നൊക്കെ തന്നെ പറയാവുന്ന ഒരു ചിത്രമാണ്. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആയിരുന്നു വലിയ രീതിയിൽ അക്സെപ്റ്റബിൾ ആയി തോന്നാഞ്ഞത്. കാരണം ഈ ഒരു ചിത്രത്തിൽ ഇവർ ഭയങ്കര രീതിയിൽ ട്രെയിനിങ് സംഭവങ്ങളൊക്കെ ഈ ഒരു സിനിമ ഷൂട്ടിന് മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് അത് ബോക്സിങ് വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ലാസ്റ്റത്തെ ഒരു ഫൈറ്റിലാണ് കൂടുതലും ആ ഒരു ബോക്സിംഗ് ഒക്കെ ആയാലും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ എക്സ്പെക്ട് ചെയ്തു ഈ ഒരു സിനിമ മൊത്തം കഴിഞ്ഞത് ഞാൻ വിചാരിച്ചു ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടിനായിരിക്കും മിക്കവാറും ആ ഒരു രീതിയിൽ ലീഡ് കൊടുത്ത് നിർത്തിയെന്നാണ് തോന്നുന്നത്. ഈ ഒരു ചിത്രം മൊത്തത്തിൽ ഈ ഒരു ചിത്രം ഒരു ഫസ്റ്റ് ഹാഫിന് എടുത്തു വെക്കുകയായിരുന്നെങ്കിൽ മൊത്തം ചില ഭാഗങ്ങളൊക്കെ മാറ്റി ഈ ഒരു ചിത്രം ഫസ്റ്റ് ഹാഫ് മാത്രമാക്കി എടുത്തു വെച്ച് സെക്കൻഡ് ഹാഫ് ഇവർ കപ്പടിക്കുന്ന രീതിയിൽ കാണിക്കുക, അല്ലെങ്കിൽ ഇവരൊരു ബോക്സിംഗ് നല്ല രീതിയിൽ ഒരു ഇതാവുന്ന കാണിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഞാൻ പേഴ്സണലി കണ്ടുണ്ടായിരുന്നു. കാരണം കാലിദർകുമാരുടെ മേക്കിംഗ് വൈസ് ഒക്കെ ഈ ഒരു ചിത്രം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് ക്യാരക്ടേഴ്സ് ആയാലും നല്ല രീതിയിൽ തന്നെ അവരുടെ റോൾ ആയാലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിലെ നെസ്ലിന് ആ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ആ ഒരു ലോ ആയി പോകാൻ നല്ല രീതിയിൽ ഹൈ ആയി നിന്നിട്ട് ഗണപതിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സ്ക്രീൻ സ്പേസും കൊടുത്ത ആ ഒരു ഫൈറ്റിലൊക്കെ ജയിക്കുന്ന രീതിയിലും കൂടാതെ നെസ്ലിനെ ഫൈറ്റ് ഒക്കെ ജയിക്കുന്ന രീതിയിലും കൂടാതെ സന്ദീപിന്റെ അതേ ഒരു കോമഡി ട്രാക്ക് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ട്രാക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ പോയിരുന്നെങ്കിലും ഈ ഒരു ചിത്രം നല്ലൊരു കിടിലം എന്റർടൈനർ എന്ന രീതിയിൽ തന്നെ ഔട്ട്പുട്ട് വന്നേനെ. നല്ല രീതിയിൽ ഔട്ട്പുട്ട് ഈ ഒരു ചിത്രത്തിനുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന ഓരോ ബ്ലോക്കിംഗ് സ്റ്റില്ലൊക്കെ വഴി എല്ലാവരും തന്നെ വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം തന്നെയാണ്. ചിലവരെ തല്ലുമാലയായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തല്ലുമാല മോഡ് മാറ്റി നല്ല രീതി എന്ന് പറഞ്ഞാൽ ഫൈറ്റ് വലുതായിട്ടല്ല നല്ല രീതി എന്റർടൈൻമെന്റ് പർപ്പസോടെ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോക്സിംഗ് ആയാലും ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്റർടൈൻമെന്റ് ആയിട്ട് ചില സീക്വൻസ് ഒക്കെ കാണിക്കുമ്പോൾ ചില സീക്വൻസിൽ പോയിട്ട് ലാഗ് ആയാലും വരുന്നുണ്ട്. പക്ഷേ തുടക്കം കാണിക്കുന്ന ഒരു സ്റ്റാർട്ടിൽ പോകുന്ന രീതി പിന്നീട് അങ്ങോട്ട് ലോ ആയി പോകുമ്പോഴായിരിക്കും ആൾക്കാർക്ക് കൂടുതലായിട്ടും ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാഞ്ഞതും. മിക്കവരും തന്നെ നെസ്ലിൻ അല്ലെങ്കിൽ സന്ദീപ്, ഗണപതി, ലുക്മാൻ എന്നിവരിൽ നിന്നൊക്കെ ഒരു ഹൈ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു കിടിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം പ്രതീക്ഷിച്ചോ, ഒന്നെങ്കിൽ വലിയ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ആയിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് ആയിരിക്കാം. പക്ഷേ അതിൽ നിന്ന് എന്തൊക്കെയൊക്കെ ഒരു കുറവ് ഈ ഒരു ചിത്രത്തിൽ വന്നു. അല്ലായിരുന്നെങ്കിൽ ഈ ഒരു ചിത്രം വേറെ ലീഗിലോട്ട് പോകേണ്ട അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലൊക്കെ വരേണ്ട ഒരു കിടിലം ഔട്ട്പുട്ട് അല്ലെങ്കിൽ കിടിലം ഒരു ത്രെഡുള്ള ഒരു സിനിമ ആയിരുന്നു. പക്ഷേ മൊത്തത്തിൽ ഈ ഒരു ചിത്രം നല്ലൊരു ഔട്ട്പുട്ട് ആയാലും നല്ല രീതിയിൽ വരാൻ സാധിച്ചില്ല ഈ ഒരു ചിത്രത്തിന്റെ മൊത്തത്തിൽ. എങ്കിൽ പോലും കുഴപ്പമില്ലാതെ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രമായിട്ടാണ് ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ആയാലും തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ വഴി പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഒരു റിവ്യൂ മാത്രമാണ്. ചിലവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്, ചിലർക്ക് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് നൽകിയ ചിത്രമാണ്. എനിക്കും കുഴപ്പമില്ലാത്ത നല്ലൊരു ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രമായാലും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക.